ഗുഡ് മോർണിംഗ്. ഹായ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോൾ ശരി, നമുക്ക് മത്സരം ആരംഭിക്കാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആരംഭിക്കുകയാണ്. ഷാർജ, അജ്മാൻ, ഉമ്മൽ ഖുറൈൻ, റാസൽ ഖൈമ, ഫുജൈറ, ഇതാണ് 7 സ്റ്റേറ്റുകൾ. അപ്പൊ 200 വരെ കടലിലേക്ക് ചാടി നീന്തി കയറുന്നുണ്ട്. ഇത് ഫുജൈറ എന്ന് പറയുന്നത് ശരിക്കും റിയൽ ആയിട്ടുള്ള വന്നു കഴിഞ്ഞാൽ ഒരു നേർരേഖ വരച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആണ് ഫുജൈറ. ഓക്കെ, ആ ഫുജൈറ എന്നുള്ള സീറോ. അപ്പൊ അവർ എന്തുകൊണ്ട് ഭരിച്ചിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവരോടുള്ള പ്രത്യേക സ്നേഹമില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ കോളനികൾ സ്ഥാപിക്കപ്പെടാതിരുന്നത്. ഡിസൈൻ ചെയ്തിട്ട് വെച്ചില്ല. 2008 ദുബായ് മുനിസിപ്പാലിറ്റി നടത്തിയിട്ടുള്ള ഡിസൈനേഴ്സിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ള ഒരു ഡിസൈനാണിത്. 2018 ഈ ദുബായ് ഫ്രെയിം എന്ന് പറഞ്ഞ സംഭവം ഇവിടെ ഓപ്പൺ ചെയ്തത്. അപ്പൊ അതുപോലെ ഈ ടൈറ്റാനിയം നൈട്രേറ്റിന്റെ എക്സ്ട്രാക്ട്, അതാണ് അതിന്റെ കളർ ഗോൾഡൻ കളർ. ദുബായ് ഫ്രെയിം. ദുബായ് ഫ്രെയിമിൻ്റെ മുമ്പിൽ നിന്നിട്ടാണ്. അപ്പോൾ ഹലോ, നല്ല വെയില അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ ദുബായ് ഫ്രെയിമാണ് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. ഇവിടെ എത്തിക്കുകയാണ്. ഞങ്ങളുടെ സെക്കൻഡ് ഡേ ട്രിപ്പ് ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ഷെയ്ഖ് സായിദ് ഹൈവേ ഓരോ രാജ്യത്തും ഒരു പ്രധാനപ്പെട്ട ഒരാളുണ്ടാവും. അതുപോലെ ഇവിടുത്തെ യുഎഇയിലൊക്കെ പ്രധാനപ്പെട്ട ഇവിടുത്തെ രാഷ്ട്രപിതാവ് ആയിട്ടുള്ള ഷെയ്ഖ് സായിദിന്റെ പേരിലുള്ള റോഡിലൂടെയാണ് അതിലുള്ള ആർട്ടിഫിഷ്യൽ കനാലാണ്, കൃത്രിമ കനാലാണ്. ഇതാണ് ജുമൈറ ബീച്ച്. ദുബായിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഏരിയ, ഏറ്റവും നീറ്റ് ആൻഡ് ക്ലീൻ ഏരിയ. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ജുമൈറ ബീച്ച് കാണിക്കാൻ പോവാണ്. ജുമൈറ ബീച്ചിൽ കൂടെ ഉള്ളൊരു ചെറിയ യാത്ര. ജുമൈറ ബീച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരും കാണാതെ പോരുത്. ഇത് തീർച്ചയായിട്ടും കണ്ടിരിക്കണം. ഈ ഒരു അനുഭവം നിങ്ങൾക്ക് മറക്കാതെ മായാതെ മനസ്സിലെന്നും സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ജുമൈറ ബീച്ചിൽ കൂടെ ഇതുപോലെ അങ്ങനെ നടക്കാനായിട്ടൊരു ചാൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. അപ്പോൾ നിങ്ങളും വരണം. ഇതുപോലെ ഇപ്പോൾ ബീച്ചാണ് നമ്മൾ പുറകിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പണ്ട് ഇതിൽ വന്നിട്ട് ഇങ്ങനെ നടന്നിട്ടുണ്ട് ഒരു ദിവസം. അവർ ഓർമ്മ പുതുക്കാനായിട്ട് ഇപ്പോൾ ഇതിൽ വീണ്ടും നടക്കുകയാണ്. അപ്പോൾ അന്ന് ബിജു ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നേരെ കാണുന്ന ആ ഹോട്ടൽ ഇതിൻ്റെ 3 നില കടലിലേക്കാണ്. ക്ലീൻ വാട്ടറാണ്. ഇവിടെ ഇങ്ങനെ കുറേ വില്ലകൾ ഉണ്ട്. അത് കടലിലേക്ക് ഇറക്കിയാണ് പണിതിട്ടുള്ളത്. വില്ലകൾ കാണാം നമുക്ക്. അപ്പോൾ ജുമൈറ ബീച്ചിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടി കരുതായിരിക്കും.
magic, the way that you carry yourself. It's like you got this unspoken confidence, baby, you know it damn well. You get me fired up like holy, you higher than hell. None can compete 'cause your presence is unparalleled. ഡോക്ടറുടെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഇതിന്റെ മുമ്പ് വെച്ച് Where do you go to? ഭയം വന്നിട്ട് ഇങ്ങനെ How do you do it? That thing you do. Follow your blind lead, I'll be your fool. Where do you go to? Where do you go? Where do you go to? I wanna know. How do you do it? That thing you do. Follow your blind lead, I'll be your fool. Where do you go to? Where do you go? Where do you go to? I wanna know. How do you do it? That thing you do. Follow you blindly, I'll be your fool. Where do you go to? Where do you go? Where do you go to? I wanna know. How do you do it? That thing you do. Follow you blindly, I'll be your fool. അപ്പോൾ അതിൻ്റെ 10 million ആണ് അതിൻ്റെ ഫസ്റ്റ് പ്രൈസിന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അറബികളുടെ ഇടയിൽ ഫുട്ബോൾ ഈക്വൽ ടു ഫുട്ബോൾ ഏറ്റവും പ്രചാരമുള്ള അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് ആയിട്ടാണ് ഹോഴ്സ് റേസിംഗ് പറയുന്നത്. ഹോട്ടലാണ് നമ്മൾ റൈറ്റ് സൈഡ് കാണുന്നത്. അൽ ഖസർ ഹോട്ടലിൻ്റെ കോമ്പൗണ്ടിലൂടെയാണ് നമ്മളിപ്പോൾ പാസ് ചെയ്യുന്നത്. ഇതിൻ്റെ മേലെ ഞാൻ പറഞ്ഞ ആ ഒരു മർജിയിൽ അതിൻ്റെ ഡിസൈനാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. പഴയ കാലത്തെ എയർ കണ്ടീഷണറാണ് അത്. അതിൻ്റെ ആ ഒരു ഡിസൈനാണ് ഇതിൻ്റെ ഹോട്ടലിലും റിസോർട്ടിലും. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇതുവരെയുള്ള ട്രിപ്പ്? ഏത് ബീച്ച് ഇഷ്ടമായി? ജുമൈറ ബീച്ച്. ആ, അവിടെ മെട്രോ വരുന്നുണ്ട്. ബുർജ് ഖലീഫ ആയിരുന്നു മെയിൻ. ഫ്യൂച്ചർ മ്യൂസിയം പോയി. 2071 അബുദാബി എങ്ങനെ ഉണ്ടായിരിക്കുന്നതാണ് കാട്ടുന്നത്. ദുബായ്. പിന്നെ എന്താ പറയുക, സെക്കൻഡ് ഡേ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ജുമൈറ ബീച്ചിലേക്ക് പോയി. പിന്നെ പാറ്റ്ലാൻഡിസ് ഫാം റിസോർട്ടിലേക്ക് വന്നു. ദുബായും ബർദുബായും. ബർദുബായ്. ഇത് ന്യൂ ദുബായ് ആണ്. റോയൽ ഫാമിലീസ്. റോയൽ ഫാമിലീസ് അതാണ്. ഇതൊരു ചുറ്റും കടലാണ്. കടലിന് എന്താ പറയുക, ലോകത്തിലെ ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ മാൻമെയ്ഡ് ഐലൻഡിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. പാം ഐലൻഡ്. ദുബായിലുള്ള പാം ഐലൻഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പാം ഐലൻഡിലാണ് ഇപ്പോൾ നമ്മുടെ അംബാനി 1370 കോടി കൊടുത്തിട്ട് മകനായിട്ട് ഒരു വില്ല വാങ്ങിയിരിക്കുന്നത്. റോയൽ ഫാമിലീസ് വരുന്ന എല്ലാം താമസിക്കുന്ന സ്ഥലമാണ് നമ്മൾ വരുമ്പോൾ കണ്ടത്. ഇവിടുത്തെ ആദ്യത്തെ വാട്ടർ തീം പാർക്ക് നമ്മൾ കണ്ടു. നമ്മൾ പാം അറ്റ്ലാന്റിസിന്റെ സൈഡിലുള്ള ബീച്ചാണ്. ഹോട്ടൽ പാം അറ്റ്ലാന്റിസ്. നമുക്ക് അവിടെ ഒരു ചെറിയ ബീച്ചുണ്ട്. പാം അറ്റ്ലാന്റിസ് ഹോട്ടൽ കാണാൻ ഇതിനകത്ത് മാത്രം പാം ഐലൻഡിൽ മാത്രം പോകാനായിട്ടൊരു മോണോറെയിൽ. അപ്പോൾ നമ്മൾ പാം അറ്റ്ലാന്റിസിൻ്റെ സൈഡിലുള്ള ബീച്ചിൻ്റെ മുമ്പിൽ നിന്നിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ ലൈവ് എടുക്കുന്നത് കേട്ടോ. നല്ല സീനിക് ബ്യൂട്ടി. ഇത് ഏകദേശം സിമിലർ സീൻ നമ്മുടെ ശോഭയുടെ മുമ്പിലും ഉണ്ട് കേട്ടോ. അതേപോലത്തെ ഒരു സിമിലർ ഏരിയ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നി. അപ്പോൾ അത് കാരണം ഇവിടെ ഒരു 2 മിനിറ്റ് ചിലവഴിക്കാന്ന് വെച്ചു അല്ലേ. ശരിക്കും ഇതേ സീനാണ് അല്ലേ നമ്മുടെ അവിടെ ശോഭയുടെ മുന്നിൽ. ഇത് കോപ്പി ചെയ്തിട്ടുള്ളതാണ് അവിടെ എന്നർത്ഥം. നമ്മുടെ ഈ പുറകിൽ കാണുന്നതാണ് പാം അറ്റ്ലാന്റിസ് ഹോട്ടൽ. അപ്പോൾ അതിനോട് ചേർന്നുള്ളതാണ് മനുഷ്യനിർമ്മിതമായ പാമ്പിൻ്റെ രൂപത്തിലുള്ള
ജബലാലി ഫോർട്ട്, അവിടുത്തെ ആ ജയന്റ് വീല്